ചാപ്റ്റർ 3യുടെ മൂന്നാമത്തെ സെക്ഷനിലോട്ട് നമുക്ക് കടക്കാം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പ്രീ ഡിഫൈൻ ഫംഗ്ഷൻ പഠിക്കുകയുണ്ടായി. ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനും അതുപോലെ തന്നെ സ്ട്രീം ഫംഗ്ഷൻസും പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത പ്രീ ഡിഫൈൻ ഫംഗ്ഷനാണ്. നേരെ ടോപ്പിക്കിലോട്ട് പോകാം. സ്ട്രിംഗ് ഫംഗ്ഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രീ ഡിഫൈൻ ഫംഗ്ഷനാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. സ്ട്രിംഗ് മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രിംഗ് ഫംഗ്ഷൻ C++ൽ നമുക്ക് ലഭിക്കണമെങ്കിൽ സി സ്ട്രിംഗ് എന്ന ഹെഡർ ഫയൽ ഉപയോഗിക്കണം. സി സ്ട്രിംഗ് എന്ന ഹെഡർ ഫയൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രിംഗ് ഫംഗ്ഷൻസ് പ്രോഗ്രാമിൽ അവൈലബിൾ ആകുകയുള്ളൂ. ഒന്നാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷനിലോട്ട് പോകാം. strlen. This function is used to find the length of a string. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strlen. That is used to find the number of characters in a string. ഒരു സ്ട്രിങ്ങിനുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രിംഗ് ഫംഗ്ഷനാണ് strlen. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ strlen എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. അതിനകത്തോട്ട് ഒരു സ്ട്രിങ് പാസ് ചെയ്തിരിക്കുകയാണ്, സ്റ്റേ സേഫ് എന്ന സ്ട്രിങ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന ഇതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. നമുക്ക് റിസൾട്ട് നോക്കാം. ആൻസർ വിൽ ബി 9. നമുക്കറിയാം സ്റ്റേ എന്ന് പറഞ്ഞാൽ 4 ലെറ്ററാണ്. അത് കഴിഞ്ഞ് സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് കൗണ്ട് ചെയ്യും, 5 എന്ന് കൗണ്ട് ചെയ്യും, സേഫ് 4 ആണ്. അങ്ങനെ 5 + 4 = 9. സ്റ്റേ സേഫ് എന്ന ആ സ്ട്രിങ്ങിനകത്ത് 9 ക്യാരക്ടേഴ്സാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പേസ് നമ്മൾ കൗണ്ട് ചെയ്യും. strlen എന്ന ഫംഗ്ഷനിലോട്ട് സ്റ്റേ സേഫ് എന്ന സ്ട്രിങ് പാസ് ചെയ്തു. അപ്പോൾ strlen എന്ന ഫംഗ്ഷൻ അത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തു. അങ്ങനെ ആൻസർ 9 എന്ന് കിട്ടി. നമുക്ക് അടുത്ത ഫംഗ്ഷനിലോട്ട് പോകാം. അടുത്ത സ്ട്രിംഗ് ഫംഗ്ഷനാണ് strcpy. This function is used to copy one string into another. അതായത് ഒരു സ്ട്രിങ്ങിനെ വേറൊരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രിംഗ് ഫംഗ്ഷനാണ് strcpy. strcpy എന്ന പേര് കൊണ്ട് തന്നെ strcopy എന്നാണ് ഉദ്ദേശിക്കുന്നത്. strcpy എന്ന ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കോപ്പി വൺ സ്ട്രിങ് ഇൻറ്റു അനദർ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 2 ക്യാരക്ടർ അറേ ഉണ്ട്. char s1 20, s2 20, s2 = hello. s2 എന്ന വേരിയബിളിലോട്ട് ഹെലോ പാസ് ചെയ്തിരിക്കുക. s1 ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. s2-നകത്താണ് ഹെലോ ഉള്ളത്. നമുക്ക് strcpy എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. strcpy പരന്തസിനകത്ത് s1, s2. നമ്മൾ പറഞ്ഞു strcpy എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcpy എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് s2-ൽ ഹെലോ ഉണ്ട്. അപ്പം നമുക്ക് strcpy s1, s2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് s1 ഒന്ന് സി ഔട്ട് ചെയ്യാം. ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. സി ഔട്ട് s1 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഹെലോ ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിക്ലറേഷനിൽ s1-നകത്ത് ഒന്നും പാസ് ചെയ്തിട്ടില്ല, s2-നകത്ത് ഹെലോ ഉണ്ട്. അപ്പോൾ strcpyയിൽ s1, s2 എന്ന് പറയുമ്പോൾ s2-ലെ ഹെലോ എന്ന കണ്ടൻറ്റ് s1-ലോട്ട് കോപ്പി ചെയ്യപ്പെടും. അപ്പോഴാണ് നമ്മൾ സി ഔട്ട് s1 എന്ന് പറയുമ്പോൾ s1-നകത്തോട്ട് ഹെലോ പാസ് ചെയ്തു. അപ്പം നമ്മൾ strcpy ഉപയോഗിക്കുന്ന കോപ്പി വൺ സ്ട്രിങ് ഇൻറ്റു അനദർ. ഒരു വേരിയബിളിലെ വാല്യൂ വേറൊരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. അവിടെയാണ് നമ്മൾ s2 എന്ന ഹെലോ s1-ലോട്ട് കോപ്പി ചെയ്തു. സി ഔട്ട് s1 എന്ന് പറയുമ്പോൾ നമുക്ക് ഹെലോ എന്ന് s1 കിട്ടി. അടുത്ത ഫംഗ്ഷനിലോട്ട് പോകാം. strcat. This function is used to append one string to another string. ഇവിടെ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് 2 സ്ട്രിങ്ങുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് strcat എന്ന ഫംഗ്ഷൻ. strcat എന്ന് ഉദ്ദേശിക്കുന്നത് str കോൺകാറ്റിനേഷൻ ആണ്. കോൺകാറ്റിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ
രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് str_cat. നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം. s1 ഈക്വൽ ടു വെൽക്കം, s2 ഈക്വൽ ടു 2c++. s1 എന്ന അതിനകത്ത് വെൽക്കം എന്ന സ്ട്രിങ് ഉണ്ട്, s2വിനകത്ത് 2c++ ഉണ്ട്. നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. str_cat പരന്തസിനകത്ത് പാരാമീറ്റർ പാസ് ചെയ്യുന്നു s1, s2. നമുക്ക് ആൻസർ കിട്ടുന്നത്, അപ്പം s1നകത്ത് വെൽക്കം ഉണ്ട്, s2വിനകത്ത് 2c++ ഉണ്ട്. str_cat എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് s1നകത്ത് എന്തുണ്ടെന്ന് നോക്കാം. cout s1 നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. ആൻസർ വിൽ ബി വെൽക്കം ടു C++. അപ്പോൾ s1ലെ വെൽക്കവും s2ലെ 2c++ഉം ജോയിൻ ചെയ്ത് ഒറ്റ സ്ട്രിങ് ആയി. അപ്പോൾ ഇപ്പോൾ s1ഉം s2ഉം കൂടെ ജോയിൻ ചെയ്ത് s1ലോട്ട് വെൽക്കം ടു C++ എന്ന് ജോയിൻ ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അപ്പോൾ str_cat അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് str_cat. നമുക്ക് അടുത്ത സ്ട്രിംഗ് ഫംഗ്ഷനിലോട്ട് പോകാം. നാലാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷനാണ് strcmp. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിംഗ്. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcmp എന്ന ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 3 ടൈപ്പിലുള്ള വാല്യൂ ആയിരിക്കും. അതിലൊന്നാമത് വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിൽ റിട്ടേൺ 0 ഇഫ് string 1 ആൻഡ് string 2 ആർ സെയിം. അതായത് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം സെയിം ആയിരിക്കും. എക്സാമ്പിൾ s1 ഈക്വൽ ടു അനിത, s2 ഈക്വൽ ടു അനിത. നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, strcmpയിലോട്ട് s1ഉം s2 കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സ്ട്രിങ്ങും s1നകത്ത് അനിതയാണ്, s2ലാത്തും അനിതയാണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം s1 അനിതയായതും s2ലും അനിതയാണ്. അപ്പോൾ രണ്ട് സ്ട്രിങ്ങും സെയിം ആണ്. അപ്പോൾ രണ്ട് സ്ട്രിങ്ങും കമ്പയർ ചെയ്ത് നോക്കുന്നു, സെയിം ആയതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം സെയിം ആണ്. അടുത്ത രണ്ടാമത്തെ വാല്യൂയിലോട്ട് പോകാം. റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. നമുക്ക് രണ്ടാമത് പറയുന്നത് ഇത് സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം കമ്പയർ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ string 1 is alphabetically lower than string 2. string 1 string 2വിനെക്കാട്ടിൽ ആൽഫബറ്റിക്കലി ലോവർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എടുക്കുമ്പോൾ അത് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യും. എയിൽ തുടങ്ങുന്ന പേരുകാർ ആദ്യം വരും, ബിയിൽ തുടങ്ങുന്ന പേരുകാർ രണ്ടാമത് വരും, സിയിൽ തുടങ്ങുന്നവർ അങ്ങനെ പോകും ആൽഫബറ്റിക്കൽ ഓർഡറിൽ പോകും. അതാണ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ സ്ട്രിങ് 1 ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. സ്ട്രിങ് 1 സ്ട്രിങ് 2വിനെക്കാട്ടി ആൽഫബറ്റിക്കലി ലോവർ ആയിരിക്കും നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ. മൂന്നാമത്തെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യാം. റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2. മൂന്നാമത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ സ്ട്രിങ് 1 സ്ട്രിങ് 2വിനേക്കാളും ആൽഫബറ്റിക്കലി ഹയർ ആയിരിക്കും. അപ്പം 3 വാല്യൂ ആണ് strcmp ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. 0 ആണെങ്കിൽ രണ്ട് സ്ട്രിങ്ങും സെയിം ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇഫ് സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2. അടുത്ത സ്ട്രിങ് ഫംഗ്ഷനിലോട്ട് പോകാം. strcmpi. ഇത് നമ്മൾ strcmp ഉപയോഗിച്ചതുപോലെ തന്നെ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ് ഇഗ്നോറിംഗ് കേസസ്. എന്ന് പറഞ്ഞാൽ
ഇവിടെ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ തന്നെയാണ് strcmbi എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇഗ്നോറിംഗ് കേസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അപ്പർ കേസ് ലെറ്റർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് സെയിം. രണ്ടും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പർ കേസ് ലെറ്ററും ലോവർ കേസ് ലെറ്ററും ഡിഫറൻ്റ് ആയിട്ടാണ് strcmbiയിൽ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അപ്പർ കേസ് ലെറ്റർ ആണെങ്കിലും ലോവർ കേസ് ലെറ്റർ ആണെങ്കിലും ബോത്ത് ആർ സെയിം. രണ്ടും ഒരുപോലെയായിരിക്കും എടുക്കുന്നത്. കേസസ് ഇഗ്നോർ ചെയ്ത് കളയും. എക്സാമ്പിളായിട്ട് S1 ലോവർ കേസ് ലെറ്ററിൽ അനിതയാണ്, S2ൽ അപ്പർ കേസ് ലെറ്ററിൽ അനിതയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ strcmbi കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം ആയിട്ട് എടുക്കും. പക്ഷേ strcmbiക്കകത്ത് രണ്ടും രണ്ടായിട്ടാണ് എടുക്കുന്നത്. ലോവർ കേസ് ലെറ്ററും അപ്പർ കേസ് ലെറ്ററും രണ്ടായിട്ടാണ്, ഡിഫറൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. strcmbiയിൽ രണ്ടും സെയിം ആയിരിക്കും. ഇവിടെ കേസസ് ഇഗ്നോർ ചെയ്ത് കളയുന്നു. അതാണ് strcmbiയും strcmbiയും തമ്മിലുള്ള ഡിഫറൻസ്.